പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ പ്രിയങ്കരായ എല്ലാ സഖാക്കളെയും വളരെ സ്നേഹത്തോടെ ആദ്യമേ അഭിവാദ്യം ചെയ്യട്ടെ. ഇന്ന് മാർച്ച് 6, യുക്തിചിന്തയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിലെ ഒരിക്കലും അണഞ്ഞു പോവാത്ത സഹോദരൻ അയ്യപ്പൻ്റെ 56ാമത് ഓർമ്മദിനം. നമുക്കറിയാം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജ്വാലകൾ അത് രാജ്യമെമ്പാടും ഉയർന്നു വന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരൻ അയ്യപ്പൻ തൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ചുവട് ഉറപ്പിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ജാതിമത വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. അതിൻ്റെ ഫലമായി വ്യത്യസ്ത തലങ്ങളിലൂടെയുള്ള പോരാട്ടങ്ങളിലൂടെ മാത്രമേ നവോത്ഥാനം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ തിരിച്ചറിഞ്ഞ് മുന്നേറിയിരുന്ന ഒരു സമയം കൂടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സമരങ്ങൾക്ക് വ്യത്യസ്ത രീതികളും വ്യത്യസ്ത മുഖങ്ങളും ഉണ്ടായിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെ വ്യത്യസ്ത രീതികളിലുള്ള സമരക്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശോഭിച്ചു നിന്നിരുന്ന സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സഹോദരൻ അയ്യപ്പനെ പോലെ സ്വന്തം ജീവിതത്തെ വൈവിധ്യങ്ങളുടെ പാഠശാലയാക്കി മാറ്റിയ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ചരിത്രത്തിൽ വിരളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. യുക്തിവാദി, സമുദായ നേതാവ്, പത്രപ്രവർത്തകൻ, സാഹിത്യകാരൻ, ഭരണാധികാരി, ജനപക്ഷ നേതാവ് തുടങ്ങി സഹോദരൻ വഹിച്ച പദവികൾ നിരവധിയാണ്. മറ്റ് നവോത്ഥാന നായകരിൽ നിന്ന് ചില വ്യത്യസ്തതകൾ നമുക്ക് സഹോദരൻ അയ്യപ്പനിൽ കാണാൻ സാധിക്കും. കേരളീയ നവോത്ഥാനം ഹൈന്ദവ ആത്മീയതയുടെ പ്രബല ധാരകളെ പുണർന്നപ്പോൾ അയ്യപ്പൻ പുലർത്തിയ വിയോജിപ്പുകളാകാം ഒരുപക്ഷെ മറ്റ് നവോത്ഥാന നായകരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. അദ്ദേഹത്തിന് നേരെ ഒട്ടേറെ വിമർശനങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നപ്പോഴും സഹോദരൻ അയ്യപ്പൻ തൻ്റെ നിലപാടുകളിൽ യാതൊരു അയവും വരുത്താതെയാണ് തൻ്റെ കർമ്മപഥത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വർഷങ്ങളായി തുടരുന്ന ഹൈന്ദവ ധർമ്മനീതിയിലെ അതിലെ മനുഷ്യവിരുദ്ധ ഘടകങ്ങളെ സഹോദരൻ ചോദ്യം ചെയ്യുവാൻ തുടക്കം മുതലേ ശ്രമിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ ചരിത്രവായനയിൽ നമുക്ക് മനസ്സിലാക്കാം. ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച സാമൂഹിക പ്രത്യാഘാതങ്ങളെ വിമർശനപരമായി നേരിടാൻ പലരും വിമുഖത കാട്ടിയ സന്ദർഭത്തിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മാറിയിട്ടുള്ളത്. സാമൂഹികവും സാംസ്കാരികവുമായി വികസിച്ച ഒരു പ്രാചീന ഈഴവ കുടുംബത്തിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജനനം. കൊച്ചാവു വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും 9 മക്കളിൽ ഇളയവനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ തൊഴിൽ അത് വൈദ്യവൃത്തിയായിരുന്നു. അയ്യപ്പൻ്റെ അച്ഛൻ കൊച്ചാവു വൈദ്യർ അക്കാലത്തെ പൊതു സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ജീവിത രീതിക്ക് ഉടമയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയ ആദർശങ്ങളും പ്രയോഗങ്ങളും സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതത്തിലും അത് സ്വാധീനിച്ചതായി ചരിത്രകാരന്മാർ വിലയിരുത്തിയതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തനിക്ക് ചുറ്റുമുള്ള അയിത്ത വിഭാഗങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കുകയും അവരോട് സമഭാവനയോടെ പെരുമാറുകയും ചെയ്ത സഹോദരൻ്റെ അച്ഛൻ്റെ ജീവിത വീക്ഷണം അത് സഹോദരൻ അയ്യപ്പൻ്റെ പുരോഗമന മുന്നേറ്റത്തിനുള്ള ഒരു തുടക്കമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്യേഷ്ഠനായ അച്യുതൻ വൈദ്യർ സഹോദരൻ്റെ അച്ഛനെ പോലെ തന്നെ ഏവർക്കും ബഹുമാന്യനായിരുന്നു. അച്യുതൻ വൈദ്യർ ക്ഷയരോഗബാധിതനായി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് മഹാകവി കുമാരനാശാൻ എഴുതിയ കവിതയാണ് എൻ്റെ സ്നേഹിതൻ്റെ ദേഹവിയോഗം എന്ന കവിത. സഹോദരൻ പറവൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ജാതി വ്യവസ്ഥയുടെ ക്രൂരമുഖങ്ങൾക്ക് അദ്ദേഹത്തിന് നേർസാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. സ്കൂളിലേക്കുള്ള യാത്രയിൽ നായന്മാർക്ക് വഴിമാറിക്കൊടുത്തില്ലെങ്കിൽ വഴിമാറിനിട കൊട്ടികളെ എന്ന വിളി അയ്യപ്പനിലും ശോഭത്തിൻ്റെ കണിക വീഴാൻ കാരണമായി മാറി എന്നതും അദ്ദേഹത്തിൻ്റെ ചരിത്രവായനയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ പരീക്ഷ പാസ്സായ ശേഷം പിന്നീടുള്ള സഹോദരൻ്റെ കോളേജ് പഠനം കോഴിക്കോട്ടായിരുന്നു. ഇക്കാലത്താണ് പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള അറിവിൻ്റെ വിശാല ലോകത്തേക്ക് സഹോദരൻ അയ്യപ്പൻ പ്രവേശിക്കാൻ തുടങ്ങിയത്. അതോടൊപ്പം വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ആചാര്യനായിരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രഭാഷണങ്ങൾ അത് അയ്യപ്പൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുത്തനുണർവ് പകർത്താൻ കാരണമായി എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും.
തുടർന്നുള്ള സഹോദരന്റെ പ്രവർത്തനങ്ങളിൽ ശിവയോഗിയുടെ പ്രഭാഷണങ്ങൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പഠനവേളയിൽ തന്നെയാണ് സഹോദരൻ തൻ്റെ ജാതീയതയുടെ അടയാളമായ കുടുംബ മുറിച്ചു കളയുന്നത്. സഹോദരൻ്റെ പിന്നീടുള്ള തുടർ പഠനം മദ്രാസിലായിരുന്നു. സഹോദരൻ്റെ മദ്രാസ് ജീവിതത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഇടവരുന്നത്. സഹോദരൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് സമ്മിശ്രമായ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പല പല ദേശങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ഒട്ടേറെ അധ്യാപകർ, വിവിധതരം പുസ്തകങ്ങൾ, ഇതുകൊണ്ടൊക്കെ തന്നെ സഹോദരൻ തൻ്റെ പുരോഗമന കാഴ്ചപ്പാടിന് ആഴത്തിലുള്ള വെളിച്ചം നൽകി എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഐത്താനുഭവങ്ങൾ അത് ഉണ്ടാക്കിയ അപകർഷത സമയങ്ങളിലെല്ലാം തന്നെ അതിനെ തരണം ചെയ്യാൻ അയ്യപ്പൻ വായിച്ച പുസ്തകങ്ങളിലെ അറിവ് ഏറെ പ്രയോജനപ്പെട്ടു എന്നു ചരിത്രത്തെ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് കുടുംബത്തിൻ്റെ നിരുപാധികമായ പിന്തുണയും പ്രോത്സാഹനവുമാണ്. ഇതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള വിപ്ലവകാരിയെ സൃഷ്ടിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മദ്രാസിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ സഹോദരൻ അയ്യപ്പൻ ആദ്യമായി കാണുന്നത്. എങ്കിലും കൂടുതൽ അടുക്കുന്നത് കേരളത്തിൽ വെച്ച് തന്നെയാണ്. സഹോദരനും നാരായണ ഗുരുവും ആലുവ ആശ്രമത്തിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ആത്മീയ കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളും അവർ പലപ്പോഴും ചർച്ച നടത്തി. അതിലധികവും സഹോദരൻ നടത്തിയ ചർച്ചകളും സംവാദങ്ങളും ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നാരായണ ഗുരുവിൻ്റെ എല്ലാ ആദർശങ്ങളോടും അയ്യപ്പന് പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നില്ല എങ്കിലും തനിക്ക് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിനുള്ള ദിശാബോധം നൽകാൻ ഗുരുവിന് കഴിയുമെന്നും ഇത്തരം ചർച്ചകളിലൂടെ അയ്യപ്പൻ മനസ്സിലാക്കി എന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് നാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തുടർ പഠനം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അവിടെ നിന്നാണ് മഹാകവി കുമാരനാശുമായി സഹോദരൻ അടുക്കുന്നത്. സാമൂഹികവും സാമുദായികവുമായ ബന്ധങ്ങൾ വികസിപ്പിക്കാൻ അയ്യപ്പൻ്റെ തിരുവനന്തപുരത്തെ ജീവിതം ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായത് കുമാരനാശാനുമായുള്ള സഹോദരൻ്റെ അടുപ്പം തന്നെയാണ്. അന്നത്തെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. രണ്ട് മഹൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്നതിനപ്പുറം കേരളത്തിൻ്റെ നവോത്ഥാന പാഠങ്ങളെ പുനർനിർമ്മിക്കാൻ ഇവരുടെ കൂട്ടുകെട്ടിനായി എന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആശാനുമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി പരസ്പരം ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ ആശാനുമായി സംവാദങ്ങൾ നടത്തിയതും ഉപദേശങ്ങൾ തേടിയതും എന്ന് ചരിത്രവായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നാരായണ ഗുരുദേവൻ, കുമാരനാശാൻ എന്നിവരെ പോലുള്ളവരുമായുള്ള അടുപ്പം യുവാവായ അയ്യപ്പനെ ഏറെ സ്വാധീനിക്കുകയും തൻ്റെ പിന്നീടുള്ള ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അത് ഇവരുമായിട്ടുള്ള അടുപ്പം കാരണം കൂടുതൽ ശക്തി പകരാനും ഉതകി എന്നത് നമുക്ക് ചരിത്രവായനയിൽ കാണാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടി ചെറായിൽ തിരിച്ചെത്തിയ അയ്യപ്പൻ സമാന മനസ്കരായ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ തന്നെ ഉണ്ടാക്കിയെടുത്തു. അയ്യപ്പൻ്റെ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, ഏത് കാര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്, ഇത് യുവാക്കൾക്കിടയിൽ ഒരു പ്രത്യേക ഉണർവ് പകർത്തി എന്നതും നമുക്ക് ചരിത്രവായനയിൽ കാണാൻ കഴിയും. ജാതിക്കെതിരെ നടക്കുന്ന ആശയ പ്രചാരണങ്ങളും സംവാദങ്ങളും ഇതെല്ലാം കേട്ടിട്ട് പ്രായോഗികമായി എന്ത് ചെയ്യാനാകും എന്ന ചോദ്യം അയ്യപ്പന് മുന്നിൽ ഉയർത്തിയത് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഈഴവർ ഉൾപ്പെടെയുള്ള സവർണർക്കെതിരെ തുറന്ന പോര് പ്രഖ്യാപിക്കുമ്പോഴും എന്നാൽ തങ്ങൾക്ക് താഴെയുള്ള പുലയരോടും പറയരോടും പുലർത്തുന്ന അകൽച്ച നാരായണ ഗുരുവിനെ ആ കാലഘട്ടത്തിൽ ഏറെ വിഷമിപ്പിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. തൽഫലമായി തങ്ങളെക്കാൾ താഴ്ന്നവരോടുള്ള സമീപനം അത് അഴിച്ചുപണിക്ക് വിധേയമാക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഗുരു പ്രഖ്യാപിച്ചു. തുടർന്നാണ് ജാതീയതയ്ക്കെതിരെ അയ്യപ്പന് എന്ത് ചെയ്യാനാകും എന്ന് നാരായണ ഗുരു അയ്യപ്പനോട് ചോദിച്ചത്. ഗുരു ഉയർത്തിയ ഗൗരവമായ വിഷയം തൻ്റെ സുഹൃത്തുക്കളായ യുവാക്കൾക്കിടയിൽ അയ്യപ്പൻ ചർച്ച ചെയ്യുകയും ഇവർ തമ്മിലുള്ള നിരന്തരമായ ആശയ സംവാദങ്ങൾക്കൊടുവിലാണ് മിശ്രഭോജനം എന്ന ആശയത്തിലേക്ക് ആ യുവാക്കൾ എത്തിച്ചേർന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ അടയാളപ്പെട്ട മിശ്രഭോജനം എന്ന സമര പരിപാടി ജാതിവിരുദ്ധ സമരത്തിലെ നിർണായകമായ ചുവടുവെപ്പായി അത് മാറിയത് എന്ന് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും. മിശ്രഭോജനത്തിനായി അയ്യപ്പനും സംഘവും തെരഞ്ഞെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം, വള്ളോൻ, ചാത്തൻ എന്നീ രണ്ട് പുലയ കുട്ടികളെയാണ്.
തുടർന്ന് സഹോദരൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചത് നോക്കൂ. ജാതി നശീകരണം പ്രയോഗത്തിൽ വരണമെങ്കിൽ തങ്ങളെക്കാൾ താണപടിയിലുള്ളവരെ അംഗീകരിക്കുകയാണ് ആദ്യം വേണ്ടത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി പുലയ ബാലന്മാരോടൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ജാതി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തയ്യാറാകണമെന്നും അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചു. ഐതിഹാസികമായ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം കൊടുത്ത മിശ്രഭോജനം എന്ന സമര പരിപാടി അത് തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം എല്ലാവരെയും കൊണ്ട് ഒരു സത്യവാചകം ചൊല്ലിപ്പിച്ചു. ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യമായതുകൊണ്ടും അതിനെ ഇല്ലാതാക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വിധം കഴിയുന്നതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ച് സത്യം ചെയ്യുന്നു എന്നാണ്. ഈ പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് മിശ്രഭോജനം നടന്നത്. ഇലയിൽ പുലയ ബാലന്മാരെ കൊണ്ട് ഭക്ഷണം വിളമ്പിപ്പിക്കുകയും അവരോടൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജാതി നശീകരണത്തിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി തന്നെ അത് തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മിശ്രഭോജനത്തിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത് ചെറായിലെ തന്നെ വിജ്ഞാനവർദ്ധിനി സഭയാണ്. ആ സഭയുടെ തീരുമാനം മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങളെ അടക്കം സാമൂഹികമായി ബഹിഷ്കരിക്കണമെന്നായിരുന്നു. ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി 22 കുടുംബങ്ങളെയാണ് ആ സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഈ സംഭവത്തോടെയാണ് പുലയനയ്യപ്പൻ എന്ന വിളിപ്പേര് സഹോദരൻ ലഭിക്കുകയും എന്നാൽ ആക്ഷേപകരമായി ലഭിച്ച ഈ പേര് അലങ്കാരമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ മിശ്രഭോജന കൂട്ടായ്മയാണ് ക്രമേണ സഹോദര പ്രസ്ഥാനമായി വളർന്നു വന്നത്. സ്വാതന്ത്ര്യവും സമത്വവും പുലരണമെങ്കിൽ സാഹോദര്യം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന പ്രസ്ഥാനം കൂടിയാണ് സഹോദര പ്രസ്ഥാനം എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ല അതിലൊന്നും ലോകവിജ്ഞാന രാശി എന്നെഴുതിയ സഹോദരൻ അയ്യപ്പൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയും ഇന്ത്യൻ ആത്മീയ ധാരയെ തന്നെ വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്നത് സഹോദരൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരൻ അയ്യപ്പൻ തൻ്റെ ആശയങ്ങൾ അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുവാൻ വേണ്ടിയാണ് സഹോദര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സഹോദരൻ എന്ന പത്രം തുടങ്ങിയത്. നമുക്കറിയാം, അക്കാലത്ത് മിതവാദി പോലുള്ള പത്രങ്ങൾ ഉണ്ടെങ്കിലും സ്വതന്ത്രമായി പല കാര്യങ്ങളും എഴുതാൻ അവർ മടി കാട്ടിയിരുന്നു. പക്ഷേ സഹോദരൻ പത്രത്തിൻ്റെ 1-ാം ലക്കത്തിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ എഴുതിയത് നോക്കൂ. പൊതുജനങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പത്രത്തിൻ്റെ സഹായം ഏറ്റവും വിലയേറിയതും മിക്കവാറും ഒഴിച്ചുകൂടാത്തതുമാണ്. അതുകൊണ്ട് സഹോദര സംഘത്തിൻ്റെ ഉദ്ദേശങ്ങളെ അത് കേരളീയരെ അറിയിക്കുന്നതിനാണ് ഇനി സഹോദരൻ പത്രം പുറപ്പെടുന്നത് എന്നാണ് പത്രത്തിൻ്റെ ആദ്യ ലക്കത്തിൽ തന്നെ അയ്യപ്പൻ എഴുതിയത്. അതുപോലെ പുതിയതായി എഴുതി തുടങ്ങുന്നവർക്ക് അവസരം നൽകുന്നതിൽ സഹോദരൻ പത്രം മടി കാണിച്ചിരുന്നില്ല എന്നത് ചരിത്രവായനയിൽ നമുക്ക് കാണാൻ കഴിയും. ആര് എഴുതുന്നു എന്നതിലല്ല, പകരം എഴുത്തിൻ്റെ ഉള്ളടക്കം നന്നായിരിക്കണം എന്ന് മാത്രമേ പത്രത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൻ്റെ ഫലമായി തന്നെയാവാം വൈക്കം മുഹമ്മദ് ബഷീർ, ഇടമറുക്, MP വർക്കി, പൂഞ്ഞിക്കര റാഫി എന്നിവരുടെ എഴുത്തുകൾ അക്കാലത്ത് സഹോദരൻ പത്രത്തിലൂടെയായിരുന്നു ജനങ്ങൾക്കിടയിൽ എത്തിയിരുന്നത് എന്നതും നമുക്ക് സഹോദരൻ പത്രത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി സ്ഫോടനാത്മകമായ ലേഖനങ്ങളാണ് സഹോദരൻ അയ്യപ്പൻ തൻ്റെ പത്രത്തിലൂടെ അക്കാലത്ത് പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. 1939 മഹാത്മാഗാന്ധിയെക്കാളും മഹാൻ എന്നൊരു ലേഖനം EV രാമസ്വാമി നായ്ക്കരെ കുറിച്ച് സഹോദരൻ എഴുതി. സഹോദരൻ പത്രം പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ യുക്തിചിന്തയുടെ പ്രചാരണത്തിനായി അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ യുക്തിവാദി എന്നൊരു മാസിക കൂടി അക്കാലത്ത് പുറത്തിറക്കുകയുണ്ടായിട്ടുണ്ട് സഹോദരൻ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ. ജനങ്ങൾക്കിടയിൽ ആശയപ്രചാരണത്തിനുള്ള സ്വാധീനം അത് വിപുലമാക്കണമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക സംഭവങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, വിപ്ലവ മുന്നേറ്റങ്ങൾ, ജനാധിപത്യ പരീക്ഷണങ്ങൾ തുടങ്ങി എല്ലാം ചെറുപ്പത്തിലെ തന്നെ വായിച്ച് മനസ്സിലാക്കിയ അയ്യപ്പൻ ഇത്തരം വായനയിലൂടെയും അതിൽ നിന്ന് സാംശീകരിച്ചെടുത്ത അറിവുകൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി യുക്തിവാദി മാസികയ്ക്ക് ഉണ്ടായിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ സഹോദരൻ പത്രവും യുക്തിവാദി മാസികയുടെ പ്രവർത്തനങ്ങളുടെയും തൻ്റെ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കിക്കൊണ്ട് സഹോദരൻ അയ്യപ്പൻ തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നതും ചരിത്രവായനയിൽ നമുക്ക് കാണാൻ സാധിക്കും.
20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഭാവുകത്വപരമായ പുതുപ്രവണതകൾ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നതും ഈ കാലഘട്ടത്തിലാണ്. സാമൂഹിക വിമർശനത്തിനും നൈതിക ജാഗ്രതയ്ക്കും വേണ്ടി കവിതയെ ഉപയോഗിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ചിന്താപരവും സമൂഹത്തിന് ആവശ്യമുള്ളതാവണം എന്നാണ് കവിതകളെക്കുറിച്ച് സഹോദരൻ്റെ കാഴ്ചപ്പാട് തന്നെ. നമുക്കറിയാവുന്നതാണ്, നവോത്ഥാനം എന്നതിൻ്റെ രാഷ്ട്രീയത്തെ നിർണയിച്ചതിൽ പ്രധാന പങ്ക് സാഹിത്യത്തിനുണ്ട് എന്നത്. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, കെ ദാമോദരൻ്റെ പാട്ടബാക്കി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, പ്രേംജിയുടെ ഋതുമതി തുടങ്ങി ഈ കൃതികൾ ഒക്കെ തന്നെ പുരോഗമന സ്വഭാവം പ്രത്യക്ഷത്തിൽ തന്നെ ഈ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരൻ അയ്യപ്പൻ്റെ സാഹിത്യ ജീവിതത്തിലും മേൽപ്പറഞ്ഞ പോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക വിഭജനങ്ങൾക്കുമെതിരെയുള്ള ഒരു ശക്തമായ താക്കീതുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നതും നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യ സമുദായത്തിൻ്റെ വികാസത്തിന് പിന്നിൽ യുക്തിക്കും സയൻസിനുമാണ് നിർണായക പങ്ക് എന്ന് വിശ്വസിക്കുകയും അത് നിർഭയനായി എഴുതുകയും ചെയ്ത കവി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. സയൻസ് എന്നതിൻ്റെ അപ്രമാദിത്തെക്കുറിച്ച് നിരവധി കവിതകൾ സഹോദരൻ അയ്യപ്പൻ്റെതായിട്ട് നമുക്കുണ്ട്. യുക്തികാലം, ഓണപ്പാട്ട്, ആൾദൈവം, പരിണാമം, ഭാവി, സയൻസ് ദശകം എന്നീ കവിതകളൊക്കെ തന്നെ ശാസ്ത്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കവിതകളാണ്. സമൂഹത്തിലെ ഭൂരിപക്ഷം അഭിരുചികളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കവി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. അക്കാലത്ത് ജനക്കൂട്ടത്തെ ഏറെ ആവേശഭരിതമാക്കുന്ന ഒട്ടേറെ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ എഴുതിയ ഒരു ചെറിയ കവിത നോക്കൂ. ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും, കനിവറ്റു ജീവിയെ കൊന്നിയിടുന്ന തെറിപാടി ലോകം കെടുത്തിയിടുന്ന നരകത്തിൻ വാതിലാണ് ഭരണി എന്നോർപ്പിൻ എന്നാണ് കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ അയ്യപ്പൻ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലത്ത് ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ എഴുതാൻ ആരെങ്കിലും തയ്യാറുണ്ടാവുമോ എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പദ്യകൃതികളിലൂടെ മാത്രമല്ല, തെളിമയും മൂർച്ചയുമുള്ള ഗദ്യത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിജ്ഞാനം എന്നതിലേക്ക് മെല്ലെ ചുവട് വയ്ക്കുന്നവർക്ക് വിവേകം എന്നതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ എന്ന് പറയപ്പെടുന്നുണ്ട്. സംവാദങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, സഹോദര പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ, പ്രഖ്യാപനങ്ങൾ, അനുസ്മരണങ്ങൾ, തൂലികാ ചിത്രങ്ങൾ, മറ്റ് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾ തുടങ്ങി വ്യത്യസ്ത പുലർത്തുന്ന നീതിബോധമുള്ള ലേഖനങ്ങളാണ് സഹോദരൻ അയ്യപ്പൻ്റേത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സവർണരിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല ജാതിബോധമെന്നും അവർണരിൽ ആഴത്തിൽ വേരൂന്നാൻ ജാതിക്ക് കഴിയുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് നോക്കൂ. ജാതി വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. നമ്പൂതിരിയും പുലയനും ആ കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ്. നമ്പൂതിരിക്ക് ജാതിസ്പർദ്ധ ഉണ്ടെങ്കിൽ അത്രയോ അതിലധികമോ ജാതിസ്പർദ്ധ പുലയനുമുണ്ട്. എല്ലാ വർഗക്കാരിലും വളരെ കാലമായി വേരൂന്നി കിടന്നിരുന്ന ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിമകളാണ് ഇത്തരം ജാതീയത. അതുകൊണ്ട് ജാതി നിലനിർത്തി പോരുന്നതിൽ ശാഠ്യം പിടിക്കുന്നവരെ വെറുക്കുകയോ അപഹസിക്കുകയോ ചെയ്യേണ്ടതില്ല. സ്നേഹത്തെ മുൻനിർത്തിയുള്ള പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവൻ്റെയും താഴ്ന്നവൻ്റെയും മനോഗതിക്ക് മാറ്റം വരുത്താനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവർ പരിശ്രമിക്കേണ്ടത് എന്നാണ് തൻ്റെ ലേഖനത്തിലൂടെ അദ്ദേഹം സമൂഹത്തിന് നൽകിയ സന്ദേശം എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കേരളീയ സമൂഹത്തെ ജനാധിപത്യവൽക്കരിച്ചതിലും യുക്തിബോധത്താൽ ഒരു പരിധിവരെ അടിയുറപ്പിച്ച് നിർത്തുന്നതിലും സഹോദരൻ അയ്യപ്പൻ്റെ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ജാതീയതയുടെ വിമർശനത്തിന് അയ്യപ്പൻ്റെ ഗുരു ശ്രീനാരായണനല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് അംബേദ്കർ ആണെന്ന് സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്രവായനയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു വസ്തുതയാണ്. നമുക്കറിയാം, ഹിന്ദുമതത്തിലെ ഒരു രോഗമായാണ് അസമത്വങ്ങളെ അംബേദ്കർ നിരീക്ഷിച്ചിട്ടുള്ളത്. സാക്ഷരതയോടുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരാളുടെ അറിവ് സാമൂഹ്യബദ്ധമാവുകയുള്ളൂ.
ആ അറിവിലൂടെ മാത്രമേ ഒരാൾക്ക് അസമത്വം എന്നതിൻ്റെ ഭീകരത തിരിച്ചറിയാനാവൂ എന്നതും ഹിന്ദുമതത്തിൻ്റെ ആത്മാവ് തന്നെ അസമത്വമാണെന്നും അംബേദ്കർ നിരീക്ഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായി തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ലേഖനങ്ങളെയും നമുക്ക് വിലയിരുത്തി പോകാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 1889 കേരളത്തിലെ ചെറായി എന്ന ഗ്രാമത്തിൽ ജനിച്ച സഹോദരൻ അയ്യപ്പനും 1891 മഹാരാഷ്ട്രയിൽ ജനിച്ച അംബേദ്കറും ചിന്തിച്ചത് വളരെ സമാന രീതിയിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഗാന്ധിയുടെ ഹിന്ദു നിലപാടുകളെ തങ്ങളുടെ എഴുത്തിലൂടെ വിമർശിച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഗാന്ധി സന്ദേശം എന്ന കവിതയും അതുപോലെ എല്ലാം ചെയ്യാം മഹദാം എന്ന ലേഖനവും മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ജാതി വിശ്വാസ ശീലങ്ങൾ മാറുമ്പോൾ നമ്മൾ ആദ്യമായി മനുഷ്യനെ മനുഷ്യനായി കാണും എന്ന് എഴുതിയതും സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ അദ്ദേഹം സയൻസ് ദശകം എന്ന കവിതയിൽ എഴുതിയത് നോക്കൂ. സ്വബുദ്ധി വൈഭവത്താൽ ഉണർത്തി നരജാതിയെ സ്വതന്ത്ര ഉത്കൃഷ്ടരാക്കുന്ന സയൻസിനെ തൊഴുന്നു ഞാൻ എന്നാണ്. സ്വന്തം ബുദ്ധി വൈഭവത്താൽ ഉണർത്തി നരജാതിയെ സ്വതന്ത്ര ഉത്കൃഷ്ടരാക്കുന്ന സയൻസിനെ തൊഴുന്നു ഞാൻ എന്നാണ് അയ്യപ്പൻ തൻ്റെ സയൻസ് ദശകം എന്ന കവിതയിൽ എഴുതി. അതായത് സയൻസ് ഉയർത്തുന്ന ബുദ്ധിയാണ് മനുഷ്യന് പ്രധാനമായും വേണ്ടത് എന്നാണ് സയൻസ് ദശകം എന്ന കവിതയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. മിശ്രഭോജനം എന്ന ആശയത്തിൻ്റെ പ്രവർത്തന മണ്ഡലം രൂപപ്പെടുന്നതിനും അത് നിലനിർത്തുന്നതിനും സഹോദരനും മറ്റും നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളോടെ ജാതി ജീവിതം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരം മഹൽ വ്യക്തികളുടെ ജാതീയതയ്ക്കെതിരെയുള്ള സമരങ്ങൾ അത് വളരെ വ്യാപനശേഷിയുള്ളതായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പല ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ഉണ്ണാമെന്ന് പഠിപ്പിച്ചത് മിശ്രഭോജനമാണ്. നമുക്ക് മുന്നേ കടന്നുപോയ സഹോദരൻ അടക്കമുള്ള നവോത്ഥാന പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം സ്വാംശീകരിച്ച് വളർന്നു വന്ന ആധുനിക കേരളത്തിൽ എത്ര വിദഗ്ധമായാണ് ജാതീയത തിരിച്ചു വരുന്നത് എന്നും നമ്മൾ കാണാതെ പോകരുത് എന്നും ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് സഹോദരൻ്റെ രാഷ്ട്രീയ ജീവിതം ഒന്ന് പരിശോധിക്കാം. സഹോദരൻ ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടത് 1925 അന്തിക്കാട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മത്സരിച്ചത്. എങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. കന്നിയംഗത്തിലെ പരാജയം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് ഊർജ്ജമായി മാറുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ഈഴവ നിയോജക മണ്ഡലമായ തെക്കേ മണ്ഡലത്തിൽ നിന്ന് വളരെ വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. തന്നെ ജയിപ്പിച്ചാൽ തന്നാലാവും വിധം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് സഹോദരൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. അത് അദ്ദേഹം ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. 1928 കൊച്ചി നിയമസഭയിൽ സഹോദരൻ അയ്യപ്പൻ ചെയ്ത കന്നിപ്രസംഗത്തിലൂടെ തന്നെ സഹോദരൻ അയ്യപ്പൻ എന്ന ജനനേതാവും ഭരണാധികാരിയും രൂപപ്പെടുകയായിരുന്നു എന്നതും നമുക്ക് ചരിത്ര വായനയിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൊച്ചി ഗവൺമെൻറ് ദലിതരോട് പുലർത്തുന്ന നീതികേടിനെതിരെ തന്നെയാണ് അദ്ദേഹം കൊച്ചി നിയമസഭയിൽ തൻ്റെ കന്നിപ്രസംഗം നടത്തിയത്. തുടർന്ന് 1931 അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജനപക്ഷത്ത് നിൽക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം നടത്തിയത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 1928 മുതൽ 1951 വരെ സഹോദരൻ അയ്യപ്പൻ കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. ജനകീയ പ്രശ്നങ്ങളെ മാനവികതയുമായി ചേർത്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം തൻ്റെ സഭാ കാലയളവിൽ കൂടുതലായും ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. മറ്റൊരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. നിയമസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇങ്ങനെ സഹോദരൻ അയ്യപ്പൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിപ്ലവകരമായ പല പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ബഹുജന നേതാക്കൾക്ക് എക്കാലത്തെയും ഒരു രാഷ്ട്രീയ പാഠശാല കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ എന്നത്. 1968 മാർച്ച് 6 സഹോദരൻ അയ്യപ്പൻ തൻ്റെ വിപ്ലവകരമായ ജീവിതത്തിന് തിരശീലയിട്ടത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെയും പിൽക്കാല ജനാധിപത്യത്തിൻ്റെയും ചരിത്രഘട്ടങ്ങളെ ഒരുപോലെ അഭിമുഖീകരിക്കാനും അതിനെ ഗുണപരമായി പരിവർത്തിപ്പിക്കാനും സാഹചര്യം ലഭിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞത് നോക്കൂ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാണ്. അതുകൊണ്ട് തന്നെ ജാതിബദ്ധ സാമൂഹ്യ ഘടനയെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ച ദക്ഷിണാശാലി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. വെല്ലുവിളികളെ നേരിടാനും
ശരിയുടെ പാതയിൽ നിലകൊള്ളാനും സഹോദരൻ കാണിച്ച മാതൃക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഒരു പാഠശാലയാണ് എന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സവർണ സംവരണത്തിലൂടെയും രാമരാജ്യ പ്രയോഗത്തിലൂടെയും അവർണ ബഹുജന പുറംതള്ളലിലൂടെയും ബ്രാഹ്മണ്യ രാഷ്ട്രീയ ഹിന്ദുത്വം രാജ്യത്തെ വിഴുങ്ങുമ്പോൾ ചാതുർവർണ്ണ്യം എന്നതിനെ നിരസിക്കുന്ന സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ വഴികാട്ടി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ട് ആ പേര് തന്നെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാ സഖാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ.